Today we are going to discuss about frequency modulated microwave radio system and FM microwave radio repeaters. Let's first consider the details of frequency modulated microwave radio system. When we consider a frequency modulated microwave radio system, it provides flexible, reliable and economical point-to-point communications using Earth's atmosphere as the transmission medium. ഈ ഒരു മൈക്രോവേവ് റേഡിയോ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Then this FM microwave systems used with the appropriate multiplexing equipment are capable of simultaneously carrying from a few narrowband voice circuits up to thousands of voice and data circuits. നമ്മൾ ഇവിടെ നോർമലി യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് യൂസേഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ മൾട്ടിപ്ലക്സ് ചെയ്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് വോയിസ് ആൻഡ് ഡേറ്റ സർക്യൂട്ട്സ് വരെ സൈമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ ഒരു മൈക്രോവേവ് റേഡിയോ സിസ്റ്റം വോയിസ് സർക്യൂട്ട്സ് മാത്രമല്ല ക്യാരി ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൺഫിഗർഡ് ടു ക്യാരി ഹൈ സ്പീഡ് ഡേറ്റ, ഫസിമൈൽ, ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി ഓഡിയോ ആൻഡ് കൊമേഴ്സ്യൽ ടെലിവിഷൻ സിഗ്നൽസ്. അതായത് നമ്മുടെ കോൾസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൂടാതെ ഇൻ്റർനെറ്റും ഫസിമൈലും ഹൈ ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി ഓഡിയോ സിഗ്നലും അതേപോലെ തന്നെ ടെലിവിഷൻ സിഗ്നൽസും ക്യാരി ചെയ്യാനായിട്ട് ഈ മൈക്രോവേവ് റേഡിയോ സിസ്റ്റത്തിന് പറ്റും. Then the comparative case studies have proven that the FM microwave radio is very often the most economical means for providing communication circuits where there are no existing metallic cables or optical fibers or where severe terrain or weather conditions exist. അതായത് നമുക്കിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മുടെ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് കേബിൾസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസോ ഇല്ല എങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പുതിയ ഒരു കേബിള് നമ്മുടെ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാർജ് കോസ്റ്റ് ആകും. അതിനു പകരം നമ്മൾ ഒരു മൈക്രോവേവ് റേഡിയോ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മെറ്റാലിക് കേബിൾസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസോ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ട്രാൻസ്മിറ്റർ സ്റ്റേഷനും റിസീവർ സ്റ്റേഷനും അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റേഴ്സ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റർ സ്റ്റേഷൻസും നമ്മൾ ഫോം ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് വിൽ ബി മോർ എക്കണോമിക്കൽ കമ്പയർഡ് ടു വയേർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് യൂസസ് കോസ്റ്റ്ലി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഓർ മെറ്റാലിക് കേബിൾസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അതേപോലെ തന്നെ നമ്മുടെ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് സിവിയർ ടെറൈൻ ഓർ വെതർ കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലും വയേർഡ് സിസ്റ്റത്തിനേക്കാൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ മൈക്രോവേവ് റേഡിയോ സിസ്റ്റമാണ്. ദെൻ ദി FM മൈക്രോവേവ് സിസ്റ്റംസ് ആർ ഓൾസോ ഈസിലി എക്സ്പാൻഡബിൾ. ഒരു വയേർഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കേബിൾസും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ ഈ ഒരു മൈക്രോവേവ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് സ്റ്റേഷൻസ് മാത്രം എക്സ്ട്രാ ആയിട്ട് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിംഗ് സർക്യൂട്ട്സ് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഒരു വയേർഡ് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഈ ഒരു മൈക്രോവേവ് സിസ്റ്റത്തിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു മൈക്രോവേവ് റേഡിയോ സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം കൺസിഡർ ചെയ്യാം. നമുക്ക് ട്രാൻസ്മിറ്റർ സെക്ഷനും അതേപോലെ തന്നെ റിസീവർ സെക്ഷനും പഠിക്കാനായിട്ടുണ്ട്. ആദ്യം നമുക്ക് ട്രാൻസ്മിറ്റർ സെക്ഷൻ്റെ ബ്ലോക്ക് ഡയഗ്രം കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലിനെ ബേസ് ബാൻഡ് സിഗ്നലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ബേസ് ബാൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒറിജിനൽ ഫോമിലുള്ള ഇൻഫർമേഷനെയാണ് ആക്ച്വലി നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വേറെ മോഡുലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ഒറിജിനൽ ഫോമിലുള്ള ഇൻഫർമേഷൻ. ആൻഡ് ദി ബേസ് ബാൻഡ് ഈസ് ദി കോമ്പോസിറ്റ് സിഗ്നൽ ദാറ്റ് മോഡുലേറ്റ്സ് ദി FM കാരിയർ. ദെൻ നമ്മൾ ഒരു ബേസ് ബാൻഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് 4 ടൈപ്പിൽ വരാം. നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് വോയിസ് ബാൻഡ് ചാനൽസ് ആകാം, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് വോയിസ് ബാൻഡ് ചാനൽസ് ആകാം, ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി കോമ്പോസിറ്റ് വീഡിയോ ഓർ പിക്ചർ ഫോൺ ആകാം, അല്ലെങ്കിൽ വൈഡ് ബാൻഡ് ഡേറ്റ സിഗ്നൽസ് ആകാം.
ഫസ്റ്റ് 2 കേസുകളിൽ പറഞ്ഞിരിക്കുന്നത് വോയിസ് ബാൻഡ് ചാനൽസ് ആണ്. അതായത് നമ്മൾ മൊബൈലിൽ കോൾ ചെയ്യുമ്പോൾ വരുന്ന ആ വോയിസ് സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്ന ചാനൽസ്. അത് FDM അല്ലെങ്കിൽ TDM ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള ചാനൽസ് ആകാം. ദെൻ വീഡിയോ സിഗ്നൽസ് വരാം, അല്ലെങ്കിൽ വൈഡ് ബാൻഡ് ഡേറ്റ വരാം, നമ്മുടെ ഇൻ്റർനെറ്റ് ഡേറ്റ വരാം. ഇങ്ങനെ ഈ 4 ടൈപ്പിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ബേസ് ബാൻഡ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഇൻഫർമേഷൻ സിഗ്നൽ, അതാണ് നമ്മുടെ ബേസ് ബാൻഡ് ഇൻപുട്ട്. ദെൻ നമ്മുടെ ട്രാൻസ്മിറ്റർ സെക്ഷൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ പ്രീ എംഫസിസ് നെറ്റ്വർക്ക്. ഈ പ്രീ എംഫസിസ് നെറ്റ്വർക്കിലേക്കാണ് നമ്മുടെ ബേസ് ബാൻഡ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Then this pre-emphasis network provides an artificial boost in amplitude to the higher baseband frequencies, and this allows the lower baseband frequencies to frequency modulate the IF carrier and the higher baseband frequencies to phase modulate it. And this scheme ensures a more uniform signal to noise ratio throughout the entire baseband spectrum. ഓക്കെ, അതായത് നമ്മൾ ഒരു പ്രീ എംഫസിസ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബേസ് ബാൻഡ് ഇൻപുട്ടിൽ വരുന്ന ഹയർ ഫ്രീക്വൻസീസിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബൂസ്റ്റ് ചെയ്യും. ദെൻ ലോവർ ഫ്രീക്വൻസീസിലുള്ള നമ്മുടെ ഈ ബേസ് ബാൻഡ് ഇൻപുട്ട് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മൾ IF കാരിയറിനെ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്യും. അതേസമയം ഹയർ ഫ്രീക്വൻസീസിലുള്ള ബേസ് ബാൻഡ് ഇൻപുട്ട് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മൾ IF കാരിയറിനെ ഫേസ് മോഡുലേറ്റ് ചെയ്യും. ഈ ഒരു സ്കീം വഴി നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടും. ഓക്കെ, സോ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പ്രീ എംഫസിസ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഹയർ ബേസ് ബാൻഡ് ഫ്രീക്വൻസീസിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രീ എംഫസിസ് ചെയ്ത സിഗ്നലാണ് നമ്മുടെ ഡീവിയേറ്റർ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ മോഡുലേറ്റർ സെക്ഷനിലേക്ക് പോകുന്നത്. ദെൻ ആ ഡീവിയേറ്റർ സെക്ഷൻ അല്ലെങ്കിൽ മോഡുലേറ്റർ സെക്ഷൻ പ്രൊവൈഡ്സ് ദി മോഡുലേഷൻ ഓഫ് ദി IF കാരിയർ. നമ്മൾ ഒരു IF കാരിയറിനെയാണ് ഇവിടെ മോഡുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് IF carrier frequencies are typically between 60 MHz and 80 MHz with 70 MHz the most common. നമ്മൾ ഈ ഒരു IF കാരിയർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഹയർ ഫ്രീക്വൻസി കാരിയറാണ് മോഡുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കോംപ്ലക്സ് സർക്യൂട്ടറിയും അതേപോലെ തന്നെ ഈ ഒരു ഹൈ ഫ്രീക്വൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് കമ്പോണൻസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സിംഗ് എല്ലാം ലോ ഫ്രീക്വൻസിയിലായിരിക്കും ചെയ്യുന്നത്. അതായത് ഈ മോഡുലേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലോ ഫ്രീക്വൻസിയിലായിരിക്കും ചെയ്യുന്നത്. ദെൻ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക്, അതായത് മൈക്രോവേവ് ഫ്രീക്വൻസിയിലേക്ക് അപ്പ് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സിസ്റ്റം കോസ്റ്റ് കുറക്കാനായിട്ട് പറ്റും. കാരണം ആദ്യമേ തുടങ്ങി നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലാണ് എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യുന്നതെങ്കിൽ ആദ്യമേ തുടങ്ങി നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സർക്യൂട്ട് കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ ഇനീഷ്യലി ലോ ഫ്രീക്വൻസിയിൽ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് എല്ലാം ചെയ്തു. സോ അവിടെ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ ലോ ഫ്രീക്വൻസിനെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ലാസ്റ്റ് സെക്ഷനിൽ മാത്രമേ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ അങ്ങനെ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് കുറക്കാനായിട്ട് പറ്റും. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡുലേഷനൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി കാരിയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി മോഡുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ low index frequency modulation is used in FM deviator, where the modulation indices are kept between 0.5 and 1. And this produces a narrow band FM signal at the output of the deviator, and consequently the IF bandwidth resembles conventional AM and is approximately equal to twice the highest baseband frequency. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ലോ ഇൻഡെക്സ് ഫ്രീക്വൻസി മോഡുലേഷനാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഫ്രീക്വൻസി മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്തും കൂടുതലായിരിക്കും. സോ നമ്മൾ ഒരു ഹൈ മോഡുലേഷൻ ഇൻഡെക്സിലേക്ക് പോകില്ല, ഒരു ലോ മോഡുലേഷൻ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യുന്നത്. നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ മാക്സിമം വാല്യൂ 1-നേക്കാൾ ലെസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ AM മോഡുലേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബാൻഡ് വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ, ആ ഒരു ബാൻഡ് വിഡ്ത്ത് റേഞ്ചിൽ നമ്മുടെ FM മോഡുലേറ്റഡ് സിഗ്നൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ദെൻ മോഡുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് റിക്വയർഡ് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ റിക്വയർഡ് ഫ്രീക്വൻസി ബാൻഡിനെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഒരു IF ആംപ്ലിഫയേഴ്സ് ആൻഡ് ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് സെക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ മോഡുലേറ്ററും IF ആംപ്ലിഫയേഴ്സ് ആൻഡ് ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് സെക്ഷൻ ചേർന്നതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി പ്രീ എംഫസിസ് ഓപ്പറേഷൻ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ ആദ്യം പ്രീ എംഫസിസ് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് IF കാരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്തു, ദെൻ ആ റിക്വയർഡ് ആംപ്ലിഫിക്കേഷനൊക്കെ കൊടുത്തു, ദെൻ നമ്മുടെ റിക്വയർഡ് ഫ്രീക്വൻസി ബാൻഡ് നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുത്തു. ദെൻ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ മൈക്രോവേവ് ഫ്രീക്വൻസിയിലേക്ക് അപ്പ് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. The IF and its associated sidebands are up-converted to the microwave region by the mixer, microwave oscillator and bandpass filter arrangement. Here we are using mixing rather than multiplying to translate the IF frequencies to RF frequencies because the modulation index is unchanged by the heterodyning process, but multiplying the IF carrier would also multiply the frequency deviation and the modulation index, thus increases the bandwidth. സോ നമ്മൾ ഒരു മിക്സർ അറേഞ്ച്മെൻ്റ് ആണ് അപ്പ് കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ അല്ല. ഒരു മിക്സർ സർക്യൂട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഒരു ഓസിലേറ്ററിൽ നിന്നുള്ള ഫ്രീക്വൻസി F1ഉം നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി F2ഉം നമ്മൾ ഒരു മിക്സറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് F1 പ്ലസ് F2 ഫ്രീക്വൻസിയും F1 മൈനസ് F2 ഫ്രീക്വൻസിയും കിട്ടും അല്ലേ. അതിലെ F1 എന്ന് പറയുന്നത് ഒരു ഹയർ ഫ്രീക്വൻസി ആണ്. സോ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഹയർ ഫ്രീക്വൻസി ആയിരിക്കും കിട്ടുന്നത്. ദെൻ ആ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന രണ്ട് ഫ്രീക്വൻസീസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ F1 പ്ലസ് F2 ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ F1 മൈനസ് F2 ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫ്രീക്വൻസി ഏതാണെന്നുള്ളത് നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തെടുക്കും. ദെൻ ഇവിടെ നമുക്ക് ആ ഒരു ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസി വരുന്നത് നമ്മുടെ മൈക്രോവേവ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ്. അതാണ് നമ്മൾ മിക്സറിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ മിക്സറിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് നമ്മുടെ IF ആംപ്ലിഫയർ ആൻഡ് ബാൻഡ് പാസ് ഫിൽറ്റർ സെക്ഷൻ്റെ ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വെൻ വി കൺസിഡർ ദി മൈക്രോവേവ് ജനറേറ്റേഴ്സ്, it consists of a crystal oscillator followed by a series of frequency multipliers. നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസിനെ ജനറേറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ലോ ഫ്രീക്വൻസിനെ ജനറേറ്റ് ചെയ്യുന്നു, ദെൻ അതിനെ മൾട്ടിപ്ലയേഴ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസിയിലേക്ക് അതിനെ എത്തിക്കുന്നത്. സോ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും എ നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സും ചേർന്നിട്ടാണ് മിക്സറിലേക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത്. For example, a 125 MHz crystal oscillator followed by a series of multipliers with a combined multiplication factor of 48 could be used to a 6 GHz microwave carrier frequency. ദെൻ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സം ആൻഡ് ഡിഫറൻസ് ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കും. ദെൻ ആ സിഗ്നലിന് റിക്വയർഡ് ആംപ്ലിഫിക്കേഷൻ നമ്മൾ RF പവർ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിക്വയർഡ് പവർ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ RF പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർഡ് ട്രാൻസ്മിറ്റിംഗ് പവർ ലെവലിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചാനൽ കമ്പൈനിങ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. ദി ചാനൽ കമ്പൈനിങ് നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് കണക്റ്റിംഗ് more than one microwave transmitter to a single transmission line feeding the antenna. ഓക്കെ, അതായത് ഈ ചാനൽ കമ്പൈനിങ് നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ 1 മൈക്രോവേവ് ട്രാൻസ്മിറ്റർ സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ ഒരു സിംഗിൾ ട്രാൻസ്മിറ്റർ സെക്ഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ബേസ് ബാൻഡ് ഇൻപുട്ടിനെ ഡീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതേപോലെ നമ്പർ ഓഫ് ബേസ് ബാൻഡ് ഇൻപുട്സും
ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള നമ്പർ ഓഫ് സെക്ഷൻസും വരാം. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മൈക്രോവേവ് ട്രാൻസ്മിറ്റർ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ദിസ് ചാനൽ കമ്പൈനിങ് നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് കണക്റ്റിംഗ് them to a single transmission line feeding the antenna. നെക്സ്റ്റ് നമുക്ക് FM മൈക്രോവേവ് റേഡിയോ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. നമ്മൾ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് റിസീവർ സെക്ഷനിൽ നടക്കുന്നത്. ഇവിടെ ഒരു ചാനൽ സെപ്പറേഷൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ പ്രൊവൈഡ് ദി ഐസൊലേഷൻ ആൻഡ് ഫിൽറ്ററിംഗ് നെസസറി ടു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ മൈക്രോവേവ് ചാനൽസ് ആൻഡ് ഡയറക്റ്റ് ദം ടു ദെയർ റെസ്പെക്റ്റീവ് റിസീവേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റർ സെക്ഷനിലും റിസീവർ സെക്ഷനിലും ഈ ഒരു ചാനൽ കമ്പൈനിങ് ആൻഡ് ചാനൽ സെപ്പറേറ്റർ സെക്ഷൻസ് കാണിച്ചിട്ടില്ല. ട്രാൻസ്മിറ്റർ സൈഡിൽ നമുക്ക് ഒരു ചാനൽ കമ്പൈനിങ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ റിസീവർ സൈഡിൽ നമ്മൾ ഒരു ചാനൽ സെപ്പറേഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ റിസീവർ സെക്ഷനിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് RF ആംപ്ലിഫയർ ആൻഡ് ബാൻഡ് പാസ് ഫിൽട്ടർ സെക്ഷനാണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷൻ ചാനൽ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആ ഡീഗ്രഡേഷനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു RF ആംപ്ലിഫയർ സെക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ എഗെയിൻ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർഡ് ബാൻഡിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ ആദ്യമേ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മിക്സർ മൈക്രോവേവ് ജനറേറ്റർ സെക്ഷനാണ്. ഈ ഒരു റിസീവർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ മിക്സർ മൈക്രോവേവ് ജനറേറ്റർ സെക്ഷൻ ചെയ്യുന്നത് ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇവിടെ ഈ മിക്സർ മൈക്രോവേവ് ജനറേറ്റർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്ത മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഹിയർ ദി മിക്സർ ഡൗൺ കൺവേർട്ട് ദി RF microwave frequencies to intermediate frequencies and pass them on to the FM demodulator. Then the FM demodulator is a conventional non-coherent FM detector. That is, it can be a discriminator or a PLL demodulator. Then at the output of the FM detector, a de-emphasis network restores the baseband signal to its original amplitude versus frequency characteristics. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ പ്രീ എംഫസിസ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബൂസ്റ്റ് ചെയ്തിരുന്നു. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും ഡി എംഫസിസ് നെറ്റ്വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഡി എംഫസിസ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മുടെ റിക്വയർഡ് ബേസ് ബാൻഡ് സിഗ്നൽ കിട്ടും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് FM മൈക്രോവേവ് റേഡിയോ റിപ്പീറ്റേഴ്സ്. റിപ്പീറ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയോ റിപ്പീറ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. വെൻ വി കൺസിഡർ എ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ദി പെർമിസിബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻ FM മൈക്രോവേവ് ട്രാൻസ്മിറ്റർ and its associated microwave receiver depends on several system variables such as transmitter output power, receiver noise threshold, terrain, atmospheric conditions, system capacity, reliability objectives and performance expectations. And this distance is typically between 15 miles and 40 miles. But when we consider long haul microwave systems, these long haul microwave systems span distances considerably longer than this, and consequently a single hop microwave system is inadequate for most practical system applications, because with systems that are longer than 40 miles or when geographical obstructions such as mountain block the transmission path, repeaters are needed. And a microwave repeater is a receiver and a transmitter placed back to back or in tandem with the system. ഓക്കെ, സോ നമ്മൾ ഒരു ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മൈൽസിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. സോ ആ ഒരു കേസിൽ നമുക്ക് ഒരു സിംഗിൾ ഹോപ്പ് മൈക്രോവേവ് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് സിംഗിൾ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഹോപ്പ് ചെയ്ത് റിസീവറിലേക്ക് വരുന്ന കേസ്. അതായത് ഡയറക്റ്റ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ഹൈറ്റിലുള്ള മൗണ്ടനോ അല്ലെങ്കിൽ ബിൽഡിങ്സോ ഒക്കെ നമ്മുടെ ഈ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ടാകില്ല. സോ നമുക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മൈക്രോവേവ് റിപ്പീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ ഫിഗർ 3 കാണിച്ചിരിക്കുന്നത്. ഒരു മൈക്രോവേവ് റിപ്പീറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ റിപ്പീറ്റർ സ്റ്റേഷൻ റിസീവ്സ് എ സിഗ്നൽ
amplifies and reshapes it and then retransmits the signal to the next repeater or terminal station downline from it. ഓക്കെ, അതായത് ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ അതിന് മുമ്പേ വരുന്ന ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ്റെ അല്ലെങ്കിൽ വേറൊരു റിപ്പീറ്റർ സെക്ഷനിൽ നിന്ന് വരുന്ന ആ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് ആ സിഗ്നലിൽ റിക്വയർഡ് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, അതായത് ആംപ്ലിഫിക്കേഷനോ അല്ലെങ്കിൽ റീഷേപ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എഗെയിൻ ആ സിഗ്നലിനെ നെക്സ്റ്റ് റിപ്പീറ്ററിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യും. Then the location of intermediate repeater sites is greatly influenced by the nature of the terrain between and surrounding the sites. When we design a microwave communication system, the preliminary route planning generally assumes relatively flat areas and the path length or hop length will average between 25 miles and 35 miles between stations. ഓക്കെ, സോ നമ്മൾ നോർമലി ഒരു സിംഗിൾ ഹോപ്പ് ഡിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുന്നത് ബിറ്റ്വീൻ 25 മൈൽസ് ആൻഡ് 35 മൈൽസ് ആയിട്ടാണ്. അതായത് ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനും റിസീവർ സെക്ഷനും ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമലി ബിറ്റ്വീൻ 25 മൈൽസ് ആൻഡ് 35 മൈൽസ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഫ്ലാറ്റ് ഏരിയാസ് കൺസിഡർ ചെയ്തിട്ടാണ് പറഞ്ഞത്. അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കറസ്പോണ്ടിങ് ചേഞ്ച് ഈ ഒരു ഹോപ്പ് ലെങ്ത്തിൽ ഉണ്ടാവും. ദെൻ ഇൻ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ടെറൈൻ ഇൻക്രീസിംഗ് പാത്ത് ലെങ്ത് വിൽ ഡിക്റ്റേറ്റ് ഇൻക്രീസിംഗ് ദി ആൻറ്റിന ടവർ ഹൈറ്റ്സ്. നമുക്ക് ആ ഒരു ഹോപ്പ് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് വരുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിന ഹൈറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഒരു ലാർജ് ഹൈറ്റുള്ള ആൻറ്റിന നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ആ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദി ട്രാൻസ്മിറ്റർ ഔട്ട്പുട്ട് പവർ ആൻഡ് ആൻറ്റിന ഗെയിൻ വിൽ സിമിലർലി എൻ്റർ ഇൻ ടു ദി സെലക്ഷൻ പ്രോസസ്. ഓക്കെ, സോ ഹോപ്പ് ലെങ്ത് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഈ എല്ലാ കേസുകളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ടെറൈൻ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരും, ആൻറ്റിന ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെ, അതേപോലെ തന്നെ ആൻറ്റിനയുടെ ഗെയിനിനെ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹോപ്പ് ലെങ്ത് വരുന്നത്. നോർമലി ഒരു 25 മൈൽസ് ടു 35 മൈൽസ് സെപ്പറേഷനാണ് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേഷൻസിനിടയ്ക്ക് വരുന്നത്. ഓക്കെ, then the exact distance is determined primarily by line of sight path clearance and received signal strength. If we are using frequencies above 10 GHz, then local rainfall patterns could also have a large bearing on path length. In all cases, the paths should be as level as possible. Then in addition, the possibility of interference, either internal or external, must be considered. ഓക്കെ, സോ നമ്മൾ ഒരു സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന രണ്ട് സ്റ്റേഷനിടയ്ക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ലെവലിൽ നമുക്ക് കിട്ടണം. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ ചില കേസുകളിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് ആ സ്റ്റേഷൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ചേഞ്ച് വരും. ഇപ്പോൾ നമ്മൾ 10 GHz മുകളിലുള്ള ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രീക്വൻസിനെ റെയിൻഫോൾ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. റെയിൻഫോൾ കാരണം ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ഡീഗ്രേഡ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഈ സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. എന്തൊക്കെയായാലും നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് അഡ്ജസൻറ്റ് സ്റ്റേഷൻസ് തമ്മിൽ കിട്ടണം. അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു റിക്വയർഡ് ലെവലിൽ ആയിരിക്കണം. സോ അത് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അഡ്ജസൻറ്റ് സ്റ്റേഷൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു മൈക്രോവേവ് റിപ്പീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ദർ ആർ 3 types ഓഫ് മൈക്രോവേവ് റിപ്പീറ്റേഴ്സ്. ഫസ്റ്റ് വൺ IF റിപ്പീറ്റേഴ്സ്, സെക്കൻഡ് വൺ ബേസ് ബാൻഡ് റിപ്പീറ്റേഴ്സ് ആൻഡ് തേർഡ് വൺ RF റിപ്പീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ റിപ്പീറ്റേഴ്സിൻ്റെയും ബ്ലോക്ക് ഡയഗ്രാംസും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് IF റിപ്പീറ്ററിൻ്റെ കേസ് നോക്കാം. IF റിപ്പീറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് IF റിപ്പീറ്റർ ഈസ് ഓൾസോ കോൾഡ് ഹെട്രോഡൈൻ റിപ്പീറ്റർ. ദെൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IF റിപ്പീറ്റർ റിസീവ് ചെയ്യുന്ന RF കരിയറിനെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് ഡൗൺ കൺവേർട്ട് ചെയ്യും. ദെൻ അങ്ങനെ ഡൗൺ കൺവേർട്ട് ചെയ്ത ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ എഗെയിൻ ആംപ്ലിഫൈ ചെയ്യും, എഗെയിൻ റീഷേപ്പ് ചെയ്യും. ദെൻ അതിനെ RF ഫ്രീക്വൻസിയിലേക്ക് അപ്പ് കൺവേർട്ട് ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. And here the signal is never demodulated
below IF, and consequently the baseband intelligence is unmodified by the repeater. Okay, so IF repeaters നമ്മുടെ ഇൻഫർമേഷനെ ഒരിക്കലും ബേസ് ബാൻഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. ആ റിസീവ്ഡ് RF സിഗ്നലിനെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് ഡൗൺ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ദെൻ റീഷേപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് RF ഫ്രീക്വൻസിയിലേക്ക് അപ്പ് കൺവേർട്ട് ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഒരു റിസീവിംഗ് ആൻറ്റിന സെക്ഷൻ വന്നിട്ടുണ്ട്. ആ റിസീവിംഗ് ആൻറ്റിന സെക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രീവിയസ് റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ഇത് റിസീവ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് റിക്വയർഡ് ബാൻഡിനെ സെലക്ട് ചെയ്തെടുക്കും. ദെൻ അത് നമ്മൾ മിക്സർ സെക്ഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മിക്സർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് ഈ RF ഫ്രീക്വൻസിനെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് ഡൗൺ കൺവേർട്ട് ചെയ്യും. ദെൻ ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ IF ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. ദെൻ റീഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആംപ്ലിഫിക്കേഷനും റീഷേപ്പിങ്ങും കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ഒരു മിക്സർ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് അപ്പ് കൺവേർഷൻ ചെയ്യും. അതായത് എഗെയിൻ IF ഫ്രീക്വൻസിന്ന് RF ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ എഗെയിൻ നമ്മളൊരു ബാൻഡ് പാസ് ഫിൽറ്റർ സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിക്വയർഡ് ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ ഈ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ റിക്വയർഡ് പവർ ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് RF പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തു. ദെൻ ആ സിഗ്നലിനെ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഡീമോഡുലേഷൻ ചെയ്യുന്നില്ല. സോ ഹിയർ ദി ബേസ് ബാൻഡ് ഇന്റലിജൻസ് ഈസ് അൺമോഡിഫൈഡ് ബൈ ദിസ് റിപ്പീറ്റർ. ദെൻ സെക്കൻഡ് ടൈപ്പ് റിപ്പീറ്റർ എന്ന് പറയുന്നത് ബേസ് ബാൻഡ് ടൈപ്പ് റിപ്പീറ്റേഴ്സ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ബേസ് ബാൻഡ് റിപ്പീറ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ബേസ് ബാൻഡ് റിപ്പീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ ദി റിസീവ്ഡ് RF കാരിയർ ഈസ് ഡൗൺ കൺവേർട്ടഡ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആൻഡ് ദെൻ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ്, filtered and then further demodulated to baseband. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡീമോഡുലേഷനും ചെയ്യുന്നുണ്ട്. IF റിപ്പീറ്ററിൽ നമ്മൾ ഡീമോഡുലേഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബേസ് ബാൻഡ് റിപ്പീറ്റേഴ്സിൽ നമ്മൾ ഡീമോഡുലേഷനും ചെയ്യും. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന RF സിഗ്നലിനെ ഫസ്റ്റ് IF ആയിട്ട് നമ്മൾ ഡൗൺ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ IF സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്ത് ബേസ് ബാൻഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ these baseband signals, which is typically frequency division multiplexed voice band channels, is further demodulated to a master group, super group, group or even channel level. ഓക്കെ, അതായത് ഏറ്റവും ബേസ് ഫോമിലേക്ക് നമ്മൾ നമ്മുടെ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് യൂസേഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഗ്രൂപ്പ്, ദെൻ അത് യൂസ് ചെയ്തിട്ട് സൂപ്പർ ഗ്രൂപ്പ്, ദെൻ അത് യൂസ് ചെയ്തിട്ട് മാസ്റ്റർ ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബേസ് ബാൻഡ് റിപ്പീറ്ററിൽ അതിൻ്റെയൊക്കെ ആ റിവേഴ്സ് ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മൾ മാസ്റ്റർ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ ഗ്രൂപ്പ്, സൂപ്പർ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ്, ദെൻ ആ ഗ്രൂപ്പിൽ നിന്ന് ചാനൽ ലെവലിലുള്ള നമ്മുടെ ബേസ് ബാൻഡ് ഇൻഫർമേഷൻ നമ്മൾ ഫോം ചെയ്തെടുക്കും. Then this allows the baseband signals to be reconfigured to meet the routing needs of the overall communication network. Then once the baseband signal has been reconfigured, it FM modulates an IF carrier which is up converted to an RF carrier and then retransmitted. Okay, so ആ റീകോൺഫിഗറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ FM മോഡുലേഷൻ ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്തതുപോലെ തന്നെ ഒരു IF കാരിയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ FM മോഡുലേഷൻ ചെയ്യുന്നത്. ദെൻ അതിനെ RF ഫ്രീക്വൻസിയിലേക്ക് അപ്പ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ആ റിസീവ് ചെയ്ത സിഗ്നലിനെ ഈ ബാൻഡ് പാസ് ഫിൽറ്റർ ആൻഡ് ഫസ്റ്റ് മിക്സർ സെക്ഷൻ വഴി പാസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റിക്വയർഡ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ലെവലിലുള്ള സിഗ്നലിനെ FM ഡീമോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് FM ഡീമോഡുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ ആ ബേസ് ബാൻഡ് ഇൻഫർമേഷൻ കിട്ടും. ദെൻ മൾട്ടിപ്ലക്സ്ഡ് ഫോമിലുള്ള ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ ഡീമൾട്ടിപ്ലക്സ് ചെയ്യുന്നു. അങ്ങനെ ചാനൽ ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ സിഗ്നലായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. ദെൻ എഗെയിൻ റൂട്ടിംഗ് നീഡ്സിനനുസരിച്ചിട്ട് മൾട്ടിപ്ലക്സിങ് ചെയ്യും. ദെൻ ആ ബേസ് ബാൻഡ് സിഗ്നലിനെ നമ്മൾ FM മോഡുലേറ്റ് ചെയ്യും. FM മോഡുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി കാരിയറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എഗെയിൻ ഒരു മിക്സർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് നമ്മൾ അപ്പ് കൺവേർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് ബാൻഡ് പാസ് ഫിൽറ്റർ സെക്ഷനും RF പവർ ആംപ്ലിഫയർ സെക്ഷനും യൂസ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ബാൻഡിനെ ആ ഒരു റിക്വയർഡ് പവർ ലെവലിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ബേസ് ബാൻഡ് റിപ്പീറ്റർ. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ബേസ് ബാൻഡ് റിപ്പീറ്റർ നോക്കാം.
നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ബേസ് ബാൻഡ് റിപ്പീറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഹിയർ ദി റിപ്പീറ്റർ ഡീമോഡുലേറ്റ്സ് ദി RF ടു ബേസ് ബാൻഡ് ആൻഡ് ദെൻ ആംപ്ലിഫൈസ് ആൻഡ് റീഷേപ്സ് ഇറ്റ് ആൻഡ് ദെൻ മോഡുലേറ്റ്സ് ദി FM carrier. In this technique, the baseband is not reconfigured. So essentially this configuration accomplishes the same thing that an IF repeater accomplishes. But here the difference is that here in a baseband configuration the amplifier and equalizer act on baseband frequencies rather than IF frequencies. And these baseband frequencies are generally less than 9 MHz whereas IF frequencies are in the range 60 MHz to 80 MHz. So the filters and amplifiers necessary for baseband repeaters are simpler to design and less expensive than the ones required for IF repeaters. Then the disadvantage of a baseband configuration is the addition of the FM terminal equipment. Okay, so ഈ സെക്കൻഡ് ടൈപ്പ് baseband repeater നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ഡീമൾട്ടിപ്ലക്സിങ് ചെയ്യുന്നില്ല. നമ്മൾ റിസീവ് ചെയ്യുന്ന RF സിഗ്നലിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡീമോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫിക്കേഷനും ഈക്വലൈസേഷനും ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ FM മോഡുലേഷൻ ചെയ്യും. സോ ഇവിടെ നമ്മൾ ഡീമൾട്ടിപ്ലക്സിങ് ചെയ്യുന്നില്ല. നമ്മുടെ FM ഡീമോഡുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിനെ ഡീമൾട്ടിപ്ലക്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഡീമൾട്ടിപ്ലക്സ് ചെയ്യാതെയാണ് നമ്മൾ ഈ ആംപ്ലിഫിക്കേഷനും ഈക്വലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ ഈ ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഈക്വലൈസേഷൻ കഴിഞ്ഞിട്ട് ആ ബേസ് ബാൻഡ് സിഗ്നലിനെ നമ്മൾ FM മോഡുലേഷൻ ചെയ്യുന്നു. ദെൻ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റിക്വയർഡ് പവർ ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ആംപ്ലിഫിക്കേഷനൊക്കെ ചെയ്യുന്നത് ബേസ് ബാൻഡ് ലെവലിലായതുകൊണ്ട് ആ ഒരു ലോ ഫ്രീക്വൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ലോ കോസ്റ്റ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്താൽ മതിയാവും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ IF റിപ്പീറ്ററിനേക്കാളും ബെറ്റർ ആണിത്. പക്ഷേ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് FM ഡീമോഡുലേറ്റർ ആൻഡ് മോഡുലേറ്റർ സെക്ഷൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് ടൈപ്പ് റിപ്പീറ്റർ എന്ന് പറയുന്നത് RF ടു RF റിപ്പീറ്റർ ആണ്. ആ ഒരു RF ടു RF റിപ്പീറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ ഫിഗർ 4D കാണിച്ചിരിക്കുന്നത്. ഇൻ ദിസ് RF ടു RF റിപ്പീറ്റർ the received microwave signal is not down converted to IF or baseband, but it is simply mixed with a local oscillator frequency in a nonlinear mixer, and the output of the mixer is tuned to either the sum or the difference between the incoming RF and the local oscillator frequency, depending on whether frequency അപ്പ് ഓർ ഡൗൺ കൺവേർഷൻ ഈസ് ഡിസൈഡ്. ഓക്കെ, അതായത് നമ്മുടെ റിസീവ്ഡ് RF സിഗ്നലിനെ നമ്മൾ ഇവിടെ ഡൗൺ കൺവേർട്ട് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്കോ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ ഫോമിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഒരു RF ഫ്രീക്വൻസിന്ന് വേറെ ഒരു RF ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു മിക്സർ സെക്ഷൻ യൂസ് ചെയ്യും. ഈ മിക്സർ സെക്ഷൻ നമ്മുടെ RF ഇൻപുട്ട് ഫ്രീക്വൻസിനെയും ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിനെയും മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു സം ആൻഡ് ഡിഫറൻസ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ആ മിക്സറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് RF ഇൻ പ്ലസ് ഓർ മൈനസ് ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആണ് വരുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഒരു സം ഫ്രീക്വൻസി പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഫ്രീക്വൻസി പോർഷൻ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കും. അത് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ ആ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ആ ഒരു റിക്വയർഡ് പവർ ലെവലിലേക്ക് എത്തിച്ചിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു RF ടു RF റിപ്പീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒരു RF ഫ്രീക്വൻസിന്ന് വേറെ ഒരു RF ഫ്രീക്വൻസിയിലേക്കാണ് നമ്മുടെ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻകമിങ് RF സിഗ്നലിനെ നമ്മൾ പുതിയ ഒരു RF ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ RF ടു RF റിപ്പീറ്റർ എന്ന് പറയുന്നത്. ദെൻ ഹിയർ ദി ലോക്കൽ ഓസിലേറ്റർ ഈസ് സംടൈംസ് കോൾഡ് എ ഷിഫ്റ്റ് ഓസിലേറ്റർ ആൻഡ് ഈസ് കൺസിഡറബിളി ലോവർ ഇൻ ഫ്രീക്വൻസി ദാൻ എയ്തർ ദി റിസീവ്ഡ് ഓർ ദി ട്രാൻസ്മിറ്റഡ് റേഡിയോ ഫ്രീക്വൻസീസ്. ഫോർ എക്സാമ്പിൾ, an incoming RF of 6.2 GHz is mixed with a 0.2 GHz local oscillator frequency, producing sum and difference frequencies of 6.4 GHz and 6 GHz. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഇൻകമിംഗ് RF ഫ്രീക്വൻസിനേക്കാൾ വളരെ ചെറിയ ഒരു ഫ്രീക്വൻസിയാണ് ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർ ഫ്രീക്വൻസി അപ്പ് കൺവേർഷൻ ദി ഔട്ട്പുട്ട് ഓഫ് ദി മിക്സർ വുഡ് ബി ട്യൂൺഡ് ടു 6.4 GHz, and for frequency down conversion
the output of the mixer would be tuned to 6 GHz. So as I said earlier, with this RF to RF repeaters, the radio signal is simply converted in frequency and then re-amplified and retransmitted to the next downline repeater or terminal station. Reconfiguring and reshaping are not possible with RF to RF repeaters. Okay.